നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദരമായ സ്വാഗതം. ദൈവാധീനകാരകനായ വ്യാഴം മെയ് 14 2025 മെയ് 14 ഇടവൻ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് മാറുകയാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും അതിനോടൊപ്പം തുറന്നു വരുന്ന ബെല്ലൈക്കൻ അമർത്തുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. വീഡിയോയിലേക്ക് പോകാം. 2025 മെയ് 14 അതായത് ഇന്ന് നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഗ്രഹമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രഹം വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. അപ്പോ 27 നാളുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളും ഗുണദോഷങ്ങളും വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ആ മുഴുവൻ നക്ഷത്രക്കാരെയും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതായത് ആദ്യം വരുന്ന മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാർക്കാണ് ഈ സാഹചര്യം വരുമ്പോൾ വ്യാഴം 3ലേക്കാണ് ഇവരെ സംബന്ധിച്ച് വരുന്നത്. ഈ 3ലേക്ക് വരുന്ന വ്യാഴം ഇവർക്ക് അത്ര ശുഭസൂചനയല്ല നൽകുന്നത്. അതായത് മേടക്കൂറുകാർക്ക്, ഈ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും തടസ്സം വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി കുറച്ച് ക്ലേശം അനുഭവിക്കാനും ഇടയുണ്ട് എന്നുള്ളതാണ്. സുഹൃത്ത് ബന്ധങ്ങളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇതുവരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നമ്മളോട് ഒരു മുഖം തിരിക്കാനും ഒരു സാഹചര്യം മനസ്സിലാക്കി പെരുമാറണം, മുഖം തിരിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാവാനുള്ള ഉള്ള സമയമാണ്. വ്യാഴത്തിന്റെ മാറ്റം അത്ര വേണ്ട അനുകൂലമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മേഖലകളിലും, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് മേടക്കൂറുകാർ. അതുപോലെ ജീവിതത്തിൽ വലിയ നഷ്ടസാധ്യതയൊന്നും മേടക്കൂറുകാരെ സംബന്ധിച്ചില്ല. നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ചില രോഗാതി ദുരിതങ്ങൾ കുടുംബത്തിലുള്ളവർക്കൊക്കെ വരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഇതിൽ പറയാനുള്ളത്. നമ്മൾ പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന ചെയ്യുകയും നാരായണ കവചം ജപിക്കുകയും ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത് ദോഷപരിഹാരത്തിന് ആണ്. കഠിനം കുറയ്ക്കുകയും ചെയ്യും. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാർത്തിക, മുക്കാലും, രോഹിണിയും മകീരവുമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് വ്യാഴം 2ലാണ്. ഇവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില ധനലാഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കിട്ടാക്കടം, അതായത് കിട്ടില്ലാതെ ധരിച്ചിരിക്കുന്ന പണമൊക്കെ, പല സാധനങ്ങളും കടം കൊടുത്തതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാൻ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ ഈ വ്യാഴമാറ്റത്തോടു കൂടി ഇടവക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. 2ലെ വ്യാഴം ഇവർക്ക് ശുഭമായ സൂചനയാണ് നൽകുന്നത്. എല്ലാ തലങ്ങളിലും ഇവർക്ക് ജീവിത മെച്ചം ഉണ്ടാവും എന്നാണ് ഈ ഒരു രാശിയിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഹനം വാങ്ങിക്കാൻ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഈ സമയം അത് സാധ്യമാവും എന്നുള്ളതാണ്. വീട് വെക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ അതിന് പറ്റിയ സമയമാണ് എന്നുള്ളതാണ്. വ്യാഴമാറ്റത്തോട് കൂടിയിട്ട് ഇവർക്ക് നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. കൃഷികള് അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നവർക്കും ഇത് വളരെ നല്ല ഒരു കാലഘട്ടമായിട്ടാണ് പറയാനുള്ളത്. അതുപോലെ വ്യാഴത്തിന്റെ അഷ്ടോത്തരം ജപിക്കുന്നതും വ്യാഴത്തിന്റെ മൂലമന്ത്രം ജപിക്കുന്നതും ദോഷപരിഹാരാർത്ഥം നല്ലതാണ്. മാത്രമല്ല ദോഷം മാറി ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ വരാനും ഈ ഒരു കാലഘട്ടത്തെ ഉപയോഗിക്കാം. ഇവരെ സംബന്ധിച്ച് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ പുരോഗതി ദൃശ്യമാകും. അതുപോലെ തന്നെ വ്യാപാരത്തിലും ഇവർക്ക് വളരെ നല്ല സമയമാണ്. അടുത്തായിട്ട് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറ് വരുന്ന മകീരമര, തിരുവാതിര, പുണർന്നം, മുക്കാല് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഈ ഒരു സമയം ജന്മത്തിലേക്കാണ് വ്യാഴം മാറുന്നത്, ജന്മരാശിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ധനനഷ്ടം കാര്യമായിട്ടില്ലെങ്കിൽ പോലും ഈ അസുഖങ്ങൾ, രോഗാതി ദുരിതങ്ങൾ, രക്തസമ്മർദ്ദം, അങ്ങനെയുള്ള ഷുഗർ പോലത്തെ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇവർക്ക് കൂടാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ വൈദ്യപരിശോധനയും പഥ്യവും കൃത്യമായിട്ട് കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ച് ധനനഷ്ടം കാര്യമായിട്ടില്ലെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും തടസ്സം നേരിടാൻ സാധ്യതയുള്ള സമയമാണ്. കാരണം എല്ലാ മേഖലകളിലും ഒന്ന് സ്തംഭിച്ച മാതിരി തോന്നും തുടക്കത്തിൽ. കാരണം വ്യാഴം ജന്മത്തിലേക്ക് മാറുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഇവരെ സംബന്ധിച്ച്, ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്.
മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇവര് പ്രതീക്ഷിക്കുന്ന തൊഴിലിലൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്ന വരുമാനം കിട്ടണമെന്നില്ല. അതുപോലെ വാഹനങ്ങൾ വാങ്ങിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. വാഹനം ഓടിക്കുന്നവരായിക്കോട്ടെ, വാഹനം വാങ്ങിക്കുന്നവരായിക്കോട്ടെ, അത് ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, അതൊക്കെ അത്ര വേണ്ടത്ര നല്ല സമയമല്ല അതിനൊന്നും പറ്റിയത്. ഈ വ്യാഴം ജന്മരാശിയിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ. അതേപോലെ തന്നെ ദോഷാനുഭവങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. പരിമിതമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. വിദ്യാർത്ഥികൾ, കലാകാരന്മാർ വലിയ ദോഷാനുഭവങ്ങൾ ഇല്ല അവർക്ക്. വിദേശയാത്ര തേടുന്നവർക്ക് പ്രാരംഭ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. യാത്രാ തടസ്സങ്ങളും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിലും ലക്ഷ്യം കാണും എന്ന് തന്നെയാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അപ്പൊ ദോഷപരിഹാരാർത്ഥം എല്ലാ തിങ്കളാഴ്ചയും മഹാദേവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ജന്മനക്ഷത്രം തോറും മഹാവിഷ്ണുവിന് സുദർശന മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി, വ്യാഴാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുന്നത് ഇവരെ സംബന്ധിച്ച് നല്ലതാണ്. അടുത്തതായിട്ട് കർക്കടക്കൂറാണ്. കർക്കടക്കൂറിൽ വരുന്ന പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 12ലേക്കാണ് വരുന്നത്. അത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവ് നിയന്ത്രിക്കാൻ കഴിയാതെ വരും ഈ കൂട്ടരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുക. നമ്മളെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എന്തൊക്കെയോ ഒരു പ്രയാസം ഉള്ള ഒരു ബുദ്ധിമുട്ടായി തോന്നുക. അതുപോലെ നമ്മുടെ വരുമാനത്തിൽ ഒന്നും നമുക്ക് നീക്കി വെക്കാൻ കഴിയാതെ വരിക. അതുപോലെ തന്നെ നമ്മൾ വേണ്ടത്ര മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാത്ത തൊഴിലുകൾ, ആ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാതിരിക്കുക. ഇപ്പൊ ശ്രദ്ധിക്കുക, ജോലിയിൽ തന്നെ ചെറിയ ജോലികളാണെങ്കിൽ പോലും അതിൽ നിന്നും വിട്ടുപോവാതെ ഈ ഒരു കാലഘട്ടം കഴിയുന്നത് വരെ ശ്രദ്ധിച്ചു നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ യാത്ര, അതുപോലെ യാത്രാ ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകൾ ധാരാളം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഡോക്യുമെന്റ്സുകളൊക്കെ, അതായത് ആധാരം പോലുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. അതും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. വിവാഹം നോക്കുന്നവർക്ക് ഒരു അനുകൂലമായ സമയമാണ്. അതുപോലെ പെണ്ണ് കാണൽ ചടങ്ങിന്, അതുപോലെ നിശ്ചയത്തിന് ഒക്കെ പറ്റിയ സമയമാണ്. അതുപോലെ വീട് വെക്കാൻ, ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. വാഹനം വാങ്ങിക്കാനും പറ്റിയ സമയമാണ്. ചില ദോഷപരിഹാരങ്ങൾ ഒക്കെ ഉണ്ട്. ഇത് രാജഗോപാല മന്ത്രാർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ്. വ്യാഴത്തിന്റെ സ്തോത്രം ജപിക്കുന്നതും ഇവരെ സംബന്ധിച്ച്, കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും ശുഭകരമായിരിക്കും. അടുത്തായിട്ട് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം, കാല് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അതുപോലെ വ്യാഴം അതിന്റെ അനുകൂല ഭാവമായ 11ലേക്കാണ് ഇവരെ സംബന്ധിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് കരുതി വെക്കാതെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. അതായത് സാമ്പത്തികമായിട്ടൊക്കെ ഇവർക്ക് നല്ല അനുകൂലമായ സമയമാണ്. ഇവരൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ കയ്യിലേക്ക് പല സാധനങ്ങളും, അനുകൂലമായ പല സാധനങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ഈ ജീവിതം ഏറ്റവും എല്ലാ ബന്ധങ്ങൾക്കും പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ വരാനും മെച്ചപ്പെടാനും അത് നിമിത്തം ഒരു സാമ്പത്തികമായും മാനസികമായും ഉന്മേഷം കിട്ടുന്ന സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. കടബാധ്യതകൾ വലിയ അളവിൽ പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. അതൊക്കെ ആശ്വാസം നൽകും. എന്താ, ദാമ്പത്യ ജീവിതത്തിലും സുഖവും സന്തോഷവും സന്താന നന്മയും ഉണ്ടാകും എന്ന് പറയുന്നത്. അകന്നു നിൽക്കുന്നവർക്ക് അനുകൂലമായി തന്നെ അടുത്തു വരും. തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. അനുകൂല വർധനവ്, അനുകൂല സ്ഥലം മാറ്റം എന്നിവ ഇവർക്ക് പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ പുതിയ ഉണർവും അനുകൂലമായി ദൃശ്യമാകും. വാഹനം വാങ്ങാൻ സമയം അനുകൂലമാണ്. പ്രണയകാര്യങ്ങളിൽ വിജയം ഉണ്ടാകും. പൊതുവെ എല്ലാ ഭാഗ്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. എല്ലാം ഈ ഒരു രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പൊതുവെ അനുകൂലമാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം. ഏറ്റവും വ്യാഴം അതിന്റെ ശോഭനമായ ഭാഗത്തേക്കാണ് വരുന്നത്. വ്യാഴത്തിന് ഇഷ്ടപ്പെട്ട രാശിയാണ് 11. അതുകൊണ്ട് തന്നെ എല്ലാ നന്മയും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അടുത്ത കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറുകാർക്ക് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് വ്യാഴം അതിന്റെ കർമ്മഭാവമായ 10ലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചാരവശാൽ 10ൽ സഞ്ചരിക്കുന്ന വ്യാഴം തൊഴിൽപരമായ തിരിച്ചടികളും ഒരു മന്ദഗതിയും തൊഴിലുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ധനപരമായി വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും തൊഴിൽ, വ്യാപാരം തുടങ്ങിയ കാര്യങ്ങൾ മനക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചില സമ്മർദ്ദങ്ങൾ, നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ, മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, അത് നിമിത്തം നമുക്ക് മനക്ലേശം ഉണ്ടാവുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. സാമ്പത്തികമായി മെച്ചമുണ്ടാവുമെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്
ഈ വ്യാഴം 10-ൽ സഞ്ചരിക്കുന്ന കാലം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അശ്വാരസ്യങ്ങൾ ഒക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധത്തിലും ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വരാം. നന്നായി ജീവിക്കുന്നവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വരാമെന്ന് പറയുന്നു. അതായത് വിഷ്ണുപ്രീതി വരുത്തുക എന്നുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിഷ്ണു ഭഗവാന് പാൽപ്പായസം വഴിപാട് കഴിക്കുന്നതും മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതും താമര മാല സമർപ്പിക്കുന്നതും ഈ കൂട്ടരെ സംബന്ധിച്ച് ഏറ്റവും ശോഭനമായി വരുന്നതാണ്. ദോഷങ്ങൾ കുറഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന ചിത്തിരര, ചോതി, വിശാഖം, മുക്കാലാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇത്തരക്കാരെ സംബന്ധിച്ച് വ്യാഴം അതിന്റെ 9-ാം ഭാഗ്യസ്ഥാനമായ 9-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇക്കോട്ടരെ സംബന്ധിച്ച് ദൈവാധീനം ധാരാളം ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ വ്യാഴം ഈ 9-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം. ഏറ്റവും ശോഭനമായ എല്ലാ കാര്യങ്ങളിലും, കൂടുതൽ എന്തിനു പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഒരു മുടക്കം കൂടാതെ നടക്കാൻ ഉള്ളൊരു സമയം കൂടിയാണ്. അതായത് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ ചില ധന നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അതേപോലെ തന്നെ വിവാഹങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുന്നവർക്കൊക്കെ ആ വിവാഹം എത്തിച്ചേരാനും, പ്രണയിക്കുന്നവർക്ക് ആ വിവാഹത്തിലേക്ക് എത്താനും, വിവാഹ നിശ്ചയം പോലുള്ള ശുഭകാര്യങ്ങളിലേക്ക് വന്നുപെടാനൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ്. യാത്രകൾ, അതായത് നല്ല നല്ല യാത്രകൾ, സന്തോഷകരമായ യാത്രകളൊക്കെ നടത്താനുള്ള ഒരു സമയം കൂടിയാണ് ഈ കൂട്ടരെ സംബന്ധിച്ച്. ദൈവാധീനം വേണ്ട അതിലധികം ഈ നിൽക്കുന്ന സമയമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 9-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം. അതേപോലെ തന്നെ വാഹനം വാങ്ങിക്കാൻ, പുതിയ ഗ്രഹനിർമ്മാണത്തിനും പറ്റിയ സമയമാണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും അതിൽ നല്ല ലാഭം ലഭിക്കാനും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് പറ്റിയ സമയം കൂടിയാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ദാമ്പത്യത്തിലൊക്കെ നല്ല ഒരു മനസമാധാനം കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ പറയാനുള്ളത്. വീട് മോടി പിടിപ്പിക്കാനും വാഹനങ്ങൾ വാങ്ങാനും പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ചില കുടുംബ ബന്ധങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് അത് സമാധാനത്തിലെത്താനൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ കുട്ടിയെ സംബന്ധിച്ചുള്ളത് എന്നും ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് തുലാക്കൂറുകാർക്കുള്ളത്. അപ്പൊ പ്രത്യേകിച്ച് ഇവര് വഴിപാടുകളൊന്നും പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി വിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്തം വഴിപാട് കഴിപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ ഭാഗ്യങ്ങളൊക്കെ 4 മടങ്ങായി വർദ്ധിക്കാനും നല്ലതാണ്. വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതിന്റെ അഷ്ടമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല, 8-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് രോഗാദി ദുരിതങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് നേരത്തെ തന്നെ ചെക്കപ്പ് ഒക്കെ ചെയ്ത് വലിയൊരു ക്ലേശങ്ങളിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക. കാരണം പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതിൽ മുതിരരുത് എന്നാണ് പറയാനുള്ളത്. അതിന് വേണ്ട രീതിയിൽ അതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനെ എടുത്തു ചാടി ഒന്നും ചെയ്തു കഴിഞ്ഞാൽ നഷ്ടത്തിൽ കലാശിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഇവരെ സംബന്ധിച്ച് മോശമാണ്. അതുപോലെ യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് യാത്രകൾ ചെയ്യുക. ചില്ലറ അപകടങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്ന സമയമാണ് കാര്യങ്ങൾ പൊതുവെ പറയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പുതിയ ബിസിനസ് തുടങ്ങരുതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ധനവരവിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും. തൊഴിൽ സ്തംഭനം ഉണ്ടാവും. അതുപോലെ നമ്മളെ എല്ലാ മേഖലകളിലും ഒരു സ്തംഭനാവസ്ഥ നമുക്ക് അനുഭവപ്പെടാം ഈ ഒരു സമയ കാലഘട്ടം. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. എല്ലാ മേഖലകളും നിങ്ങൾ പുതിയ മേഖലകളൊക്കെ ചാടി കയറി എടുക്കരുത്. അതുപോലെ നമ്മൾ വസ്തു വാങ്ങുക, വാഹനം വാങ്ങുക, ഇതൊക്കെ ഈ ഒരു കാലഘട്ടം കുറച്ച് മോശ സമയമാണ്. ഒരു 6 മാസത്തിന് ശേഷം മാത്രം ഇതിനൊക്കെ ശ്രദ്ധിക്കുക. ഉടനെ എടുത്തിയാടി ഒന്നും ചെയ്യരുതാക്കാൻ നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വിദേശത്തേക്ക് പോവുക. ചില ബുദ്ധിമുട്ടുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ ദോഷപരിഹാരമായിട്ട് പറയുന്നത് വൃശ്ചികക്കൂറുകാർക്ക് എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവന് മൃത്യുഞ്ജയ ഹോമം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ വിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്തം വഴിപാട് കഴിപ്പിക്കുന്നതും വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും ഇവരെ സംബന്ധിച്ച് ദോഷപരിഹാരാർത്ഥം. ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം നക്ഷത്രങ്ങൾക്കാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ വ്യാഴം അതിന്റെ 7-ാം രാശിയിലേക്ക് വരുമ്പോൾ അത് സർവാഭിഷ്ടങ്ങളും സാധിക്കുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് ഉദ്ദേശിച്ചതിനപ്പുറമുള്ള വളർച്ച ഉണ്ടാവും എന്ന് പറയുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും വിജയിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് പറയുന്നു. ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ കാണാനും നിങ്ങൾക്ക് കഴിയും.
എന്നുള്ളതാണ് ഈ ഒരു രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാ മേഖലകളിലും ഇവർ ഉദ്ദേശിക്കുന്നതിലപ്പുറം ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കുടുംബത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. അതേപോലെ ഗുണം പ്രതീക്ഷിക്കാം, പൂർവിക സ്വത്തുകൾ അനുഭവത്തിൽ വരും എന്ന് പറയുന്നു ഈ സമയത്ത്. അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങൾ അനുകൂല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്നും, ബന്ധങ്ങൾ സൗഹൃദങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ല, എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. പല തടസ്സങ്ങളും അനുഭവപ്പെട്ടിരുന്നവർക്ക് ഇതൊക്കെ ഒഴിഞ്ഞ് നല്ലൊരു സമയം കൂടിയാണ്. എല്ലാ ബിസിനസ്സും പുനരാരംഭിക്കാൻ പറ്റിയ സമയമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7ലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, മര നക്ഷത്രങ്ങൾക്കാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. വ്യാഴം 6ലേക്ക് മാറുന്നത് അത്ര ഇവരെ സംബന്ധിച്ച് ശുഭമായ ഒരു സൂചനയല്ല. വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും ഈ മകരക്കൂറുകാര് വ്യാഴം 6ലേക്ക് മാറുന്നതോട് കൂടിയിട്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം വരാൻ സാധ്യതയുണ്ട്. എന്ത് പുതിയ പ്രവൃത്തികൾ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം നിർത്തിവെക്കുക എന്ന് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ല പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം വിവാഹ ബന്ധങ്ങളൊക്കെ ഈ തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ അതിലേക്ക് എത്തി നിൽക്കുന്നവർക്കൊക്കെ ആ ബന്ധം പിരിയാനും പ്രേമിക്കുന്നവർക്കൊക്കെ ആ ബന്ധങ്ങളൊക്കെ അകലാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. ദാമ്പത്യ ജീവിതം ശ്രദ്ധിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു തട്ട് തടസ്സങ്ങൾ ഉണ്ടാവും. തൊഴിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാം. തൊഴിൽ മേഖല ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ പറ്റിയ ഒരു അനുകൂലമായ സമയമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമ്മൾ എടുത്തു ചാടിയിട്ട് തൊഴിലൊന്നും മാറാൻ നിൽക്കരുത് എന്നുള്ളതാണ്. അതുപോലെ ബാങ്ക് ഇടപാടുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. അത് പ്രത്യേകിച്ച് സാധാരണ ഈ നമ്മള് കുറി പോലുള്ള ചെറിയ ചിട്ടി കമ്പനി പോലുള്ള പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു ഉദ്ദേശിച്ചത്. അതിലൊക്കെ ധനനഷ്ടം വരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. എന്നിരുന്നാലും മകരക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാധീനം വളരെയധികം 6ലേക്ക് വരുന്നതുകൊണ്ട് ദൈവാധീനം വളരെയധികം കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് തടസ്സം നേരിടും എന്നും അത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. അതിന് പരിഹാരമായിട്ട് പറയാം. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ വ്യാഴാഴ്ചകളിലും നരസിംഹമൂർത്തിക്ക് പാനകം വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. അതുപോലെ ഭദ്രകാളി ദേവിക്ക് 11 രക്തപുഷ്പാഞ്ജലി ഈ ഒരു വ്യക്തികളുടെ പേരിൽ ചെയ്യുന്നതും ദോഷപരിഹാരമാണ്. അടുത്തതായിട്ട് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാല് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് ഇവരുടെ വ്യാഴത്തിന്റെ ഇഷ്ടഭാവമായ 5ലേക്കാണ് മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കും എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. എല്ലാ പ്രതീക്ഷിക്കാത്ത ധനനേട്ടം ഇവർക്കുണ്ടാവും. തൊഴിലിൽ മേന്മയുണ്ടാവും. പുതിയ തൊഴിൽ തേടുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യത കൂടിയ സമയമാണ്. പുതിയ വിവാഹം ആലോചിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുനർവിവാഹം ആലോചിക്കുന്നവർക്കും അത് നടക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. 5ലേക്ക് മാറുന്ന വ്യാഴം ഇവർക്ക് ശ്രേഷ്ഠമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. സന്താനങ്ങളിൽ നമുക്ക് അഭിമാനം ഉണ്ടാവും. അഭിമാനം ഉണ്ടാവാനുള്ള പല കാര്യങ്ങളും സന്താനങ്ങൾ ചെയ്യും. അത് നിമിത്തം രക്ഷിതാക്കൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതിൽ തൊഴിൽ മെച്ചമുണ്ടാവാനും സാമ്പത്തിക നേട്ടം ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. പുതിയ വീട് ആരംഭിക്കാനും പഴയ വീടുകൾ പുനരാരംഭിക്കാനും വീട് മോടി പിടിപ്പിക്കാനും വാഹനങ്ങൾ വാങ്ങാനും അതുപോലെ വസ്തുവകകൾ വാങ്ങാനും ഒക്കെ അനുകൂലമായ സമയമാണ്. സന്താനങ്ങൾക്ക് ചില രോഗദുരിതങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് കാര്യമാക്കേണ്ട വിഷയങ്ങളോ അല്ല എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. തുടരുന്ന വഴിപാടുകൾ തുടർന്നോളൂ. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. അടുത്തതായിട്ട് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ് ഈ പറയാൻ പോകുന്ന ഫലങ്ങൾ ലഭിക്കുന്നത്. ഈ 4ലേക്ക് മാറുന്ന വ്യാഴം ഇവർക്ക് അനുകൂലമല്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും തട്ട് തടസ്സങ്ങൾ ഉണ്ടാവും. ദാമ്പത്യത്തിലൊക്കെ ചെറിയ ചെറിയ അകൽച്ചകൾ വരാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ വരാൻ സാധ്യത കൂടിയ സമയം കൂടിയാണ് എന്നുള്ളതാണ്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ ഈ സമയം ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണണം നമ്മൾ അതിനെ എന്നുള്ളതാണ്. വാഹനങ്ങൾ വാങ്ങിക്കാൻ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു 6 മാസത്തിന് ശേഷം ഒന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ്. വസ്തുവകകൾ വാങ്ങുമ്പോഴൊക്കെ നഷ്ടക്കച്ചവടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാഭങ്ങളൊന്നും കിട്ടില്ല എന്ന് പറയാം. നമ്മുടെ കയ്യിലുള്ള പണം പോവാതെ നോക്കാൻ ഈ കൂട്ടർ ഈ സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം വ്യാഴം 4ലേക്ക് മാറുന്ന വ്യാഴം ഇവരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല എങ്കിൽ പോലും
ചില ബുദ്ധിമുട്ടുകൾ ഇവർക്ക് എന്തായാലും ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതും ഇതൊരു പൊതുഫലമാണെന്ന് എപ്പോഴും പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെടണം എന്നൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് പൂർണ്ണ ഫലമാണ്, എനിക്കിത് അനുഭവപ്പെടും, അല്ലെങ്കിൽ എനിക്ക് ഗുണം ഉണ്ടാവും, എനിക്ക് ദോഷം ഉണ്ടാവും, അങ്ങനെ ചിന്തിക്കേണ്ട. ചിലപ്പോ ഇത് തിരിച്ചും മറിച്ചൊക്കെ സംഭവിക്കാം. കാരണം ഇത് പൊതുഫലം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പൊതുവെയുള്ള ഒരു ഫലമാണ്. അപ്പൊ വിദേശത്തൊക്കെ പോവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ചിട്ടാണ് വിസ എടുക്കേണ്ടത്. കാരണം വിസയിലൊക്കെ തട്ടിപ്പുകൾ വന്നിട്ടും നമ്മുടെ കാശ് സമ്പത്ത് നഷ്ടപ്പെടാൻ ഉള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഒരു വിസ എടുക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കുക. നമ്മുടെ അവിടെ പിന്നെ പൈസ നഷ്ടപ്പെടും. മാത്രമല്ല, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ, വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടാൻ സാധ്യത കൂടിയ സമയമാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കാശ് ധനമൊക്കെ നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ആൾക്കാർ കടം വാങ്ങിച്ച് വീട്ടുകാരെ അയച്ചേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടിയ സമയമാണ്. അപ്പൊ അത്തരക്കാർ ശ്രദ്ധിക്കുക. വാഹനം വാങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ മേഖലകളിലും ഇവര് കൂട്ടര് മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 4ലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മേഖലയും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ചിലർ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരക്കാര് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. പരിഹാരത്തിലേക്ക് പോവാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഗണപതി ഭഗവാന് കറുകമാല വഴിപാട് ചെയ്യുന്നതും ഇവരെ കൂട്ടരെ സംബന്ധിച്ച് ദോഷപരിഹാരമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഒരു ചാനലിന്റെ വിജയം. തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷയോടുകൂടി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.